അപ്പോൾ നമുക്കിന്ന് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗീ പൊടി തട്ട ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? നമ്മളെപ്പോഴും പുറത്തു പോയിട്ടല്ലേ കഴിക്കാറ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വെറും ഒരു കറി പ്ലേറ്റ് മാത്രം മതി. ചിലപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പും പെർഫെക്ഷനും ഒന്നും കിട്ടിയില്ലായിരിക്കാം, പക്ഷെ നല്ല പ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി മാവും അതുപോലെ വീട്ടിലുണ്ടാക്കിയെടുത്ത പൊടി, അതായത് ചട്നി പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വെറൈറ്റി ആയിട്ട് ഇത് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് കണ്ടു നോക്കിയാലോ? നമ്മുടെ ഇഡ്ഡലി മാവ് ഇവിടെ നല്ലതുപോലെ വീർത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗൺ പൗഡർ അല്ലെങ്കിൽ ചട്നിപ്പൊടിയാണ്. ഇതിൻ്റെ ഈ ഒരു ചട്നിപ്പൊടിയുടെ ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവും അതുപോലെ ചട്നിപ്പൊടിയും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ പൊടി തട്ട ഇഡ്ഡലി തയ്യാറാക്കിയാലോ? ഞാനിവിടെ ഒരു പ്ലേറ്റ്, കറി പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം, അതല്ലെങ്കിൽ നല്ലെണ്ണ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലി പാത്രത്തിന്റെ ആവി കയറ്റുന്ന ആ ഒരു തട്ടാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് നമ്മൾ നെയ്യ് പുരട്ടിയ തട്ട് വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്കാണ് നമ്മൾ മാവിട്ട് കൊടുക്കുന്നത്. ഞാനിതാ ഈ തട്ടിലേക്ക് മാവിട്ട് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല പ്ലഫി ആയിട്ടുള്ള മാവാണെങ്കിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുള്ളൂ. ഈ പാത്രത്തിന്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് മാവിട്ട് കൊടുക്കാം. നിങ്ങളുടെ പാത്രത്തിന്റെ ആ ഒരു ഹൈറ്റും, അതായത് ഈ ഒരു തട്ടിന്റെ ഹൈറ്റും അതുപോലെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ മാവിട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ കുക്കിംഗ് ടൈമും അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഞാനൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പതുക്കെ ഒന്ന് കുത്തി നോക്കിയായിരുന്നു. അതായത് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ, അതുകൊണ്ട് ഉള്ളു വെന്തിട്ടുണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കി. ഇനി നമുക്കിതൊന്ന് എടുക്കാം. നമ്മുടെ ഇഡ്ഡലിയുടെ പാത്രം നമ്മൾ സൈഡിലൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇഡ്ഡലി പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടെ നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നെയ്യ് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല, നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഇഡ്ഡലി എടുത്തേക്കുന്നതെങ്കിൽ നമ്മൾ ചൂടാക്കിയിട്ട് വേണം നെയ്യ് ഒഴിക്കാൻ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഗൺ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ ഈ ചട്നിപ്പൊടി ഇട്ട് കൊടുക്കാം. ഗീ പൊടി തട്ട ഇഡ്ഡലിയുടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിതിന്റെ കൂടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കോംബോ എന്ന് പറയുന്നത് നല്ല തേങ്ങാ ചട്നിയാണ്. വെള്ള ചട്നിയില്ലേ, അതാണ്. ഇതിന്റെ കൂടെ തക്കാളി ചട്നിയോ അതല്ലെങ്കിൽ സാമ്പാറോ മിൻ ചട്നിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്.